ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കെന്തോ ഇതിനത്ര രുചി തോന്നുന്നില്ല. ഇപ്പൊ ഒരുപാട് നാളായില്ലേ ഇതിവിടെ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തോന്നുന്നതാ. മോള് കഴിക്കേ. ഇഷ്ടമായില്ലേ കഴിക്കണ്ട. അവൾക്കൊരു ഇഷ്ടക്കേടുമില്ല. നീ അവളുടെ മനസ്സ് മടുപ്പിക്കാതിരുന്നാ മതി. സമൃദ്ധയുടെ മുഖഭാവം കണ്ടിട്ടേ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. എടോ, അമ്മയുടെ സ്വഭാവം എനിക്കറിയില്ലേ. അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. തനിക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചാൽ മതി. എനിക്കിത് കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ പിന്നീട് വേറെന്തെങ്കിലും കഴിച്ചോളാം. എന്നാ പിന്നെ അമ്മ പോയി ദോശ ഇട്ടുകൊണ്ട് വരാം. മോളിരിക്കേ. അയ്യോ, ഇപ്പൊ വേണ്ട, പിന്നീട് മതി. എന്താ അമ്മയെ കാണിക്കുന്നത്? ആവശ്യമില്ലാത്ത ഒരാളെ നിർബന്ധിക്കുന്ന എന്തിനാ? എല്ലാവർക്കും കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പോരെ അമ്മയ്ക്ക്? എടാ, അവൾക്ക് പിടി ഇഷ്ടമായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയത്. അമ്മ എന്ത് ഭ്രാന്തായി പറയുന്നേ? അത് സമൃദ്ധയ്ക്കല്ലേ? അതെ, മോളെ ഇന്ന് സ്കൂൾ ബസ്സിൽ വിട്ടാൽ മതി. എനിക്കൊരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. എങ്കിൽ പിന്നെ ഞാൻ മോളെ സ്കൂളിൽ കൊണ്ട് വിട്ടോളാം. അത് വേണോ? അതിനെന്താ കുഴപ്പം? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് രാവിലത്തെ മീറ്റിംഗ് എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് താൻ തന്നെ കൊണ്ട് വിട്ടാൽ മതി. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ പുറത്തു പോകുന്നത് നല്ലതാ. വൈകുന്നേരം ഞാൻ മോളെ പിക്ക് ചെയ്തോളാം. ആ ശരി, എന്നാ ഞാൻ മോളെ റെഡിയാക്കട്ടെ. ആ, ഇനിയെങ്കിലും അമ്മ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ. ഒരാൾ എത്ര ശ്രമിച്ചാലും നിർബന്ധിച്ച ഒരാളെ മറ്റൊരാളാക്കാൻ കഴിയില്ല. അതെ, ഇപ്പൊ അമ്മയ്ക്ക് വയറ് നിറഞ്ഞല്ലോ. സമൃദ്ധയ്ക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ ഇവളുടെ തലയിൽ അടിച്ചേപ്പിക്കാന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ സമൃദ്ധയുടെ ഇഷ്ടത്തിന് ഒരു പിടിയും കറിയും ഉണ്ടാക്കി, അത്രയല്ലേ ഉള്ളൂ. അല്പം മുമ്പ് നീ ചോദിച്ചതോ അത് അവള് കേട്ടിരുന്നെങ്കിലോ എല്ലാം ഇപ്പൊ തന്നെ പൊളിഞ്ഞു വീണാനെ. ഇനിയെങ്കിലും വർത്താനം പറയുമ്പോ സൂക്ഷിക്കണം. ഓർമ്മയില്ലാത്തവളാ ഗൗരിമോളെയും കൊണ്ട് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പോകുന്നത്. അത് സൂക്ഷിച്ചാ മതി. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.